നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തേത് നമ്മൾ ഒരു ട്രാവൽ വീഡിയോയോ വ്ലോഗോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. നമ്മൾ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുമ്പൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് കുറവാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഭയങ്കര റെസിപ്പിയൊന്നും അല്ല. നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയതിൽ കുറച്ച് പൊന്നിയരിയുടെ ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അത് കളയാതെ നമുക്ക് ഒരു വറ്റൽ പോലെ, തമിഴ്നാട് സ്റ്റൈൽ വത്തൽ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഈ ചായ കുടിക്കാൻ നേരമൊക്കെ പൊരിച്ചെടുക്കുന്ന ഒരു പൊരിപ്പില്ലേ, അതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനിപ്പോൾ അതിൻ്റെ റിസൾട്ട് 2-3 ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത്രയും ചോറ് ബാക്കിയുണ്ട് കേട്ടോ. നമുക്ക് പൊന്നിയരിയുടെ ചോറാണ്. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണ് ചെറിയുള്ളി, വറ്റൽ മുളക്, പിന്നെ ഇത് എന്താണ്, ജീരകമാണ് കേട്ടോ. ജീരകം കുറച്ച് അതിൻ്റെ കൂടെ ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. നമ്മൾ ജാറിൽ ചോറ് നിറച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രയും ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എല്ലാം ഇട്ട് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതൊരു ഫസ്റ്റ് ഒരു കറക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരച്ചിട്ട് വരാം. അതെ, ഇപ്പം അല്ല, അത് ഞാൻ വോയിസ് കൊടുക്കാം. ഓവർലോഡ് ആയി പോയപ്പോൾ നമ്മുടെ മിക്സി ചെറിയൊരു പണി തന്നു. അങ്ങനെ ഫസ്റ്റ് ബാച്ച് 2 ബാച്ചായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫസ്റ്റ് ബാച്ച് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. 2 ബാച്ചായിട്ട് ഇത്രയും കട്ടിയായിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ വിരിച്ച് ഇതിങ്ങനെ ഒഴിച്ചു വെക്കുമ്പം ഒഴുകിപ്പോവും. അപ്പോൾ നമുക്കിനി അടുത്ത ബാച്ച് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 ബാച്ചും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഇതിലിട്ടിട്ട് പിന്നെ ആവശ്യത്തിന് അതിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിൽ കളർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ജീരകം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് ഈ ബാക്കി ഇരിക്കുന്ന പേസ്റ്റിൻ്റെ കൂടെ ഇട്ട് കൈ വെച്ചിങ്ങനെ വിരവി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയും കൂടെ അടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ മിക്സിയിൽ ജാറിൽ ബാക്കി വന്ന മാവും ചോറും വറ്റൽ മുളകും കാണാൻ ഇത്തിരി പാടാണേ. വറ്റൽ മുളകും ജീരകവും കൂടിയിട്ട് അടിച്ചെടുത്താണ്, ചെറിയുള്ളിയും. അപ്പം ഇനി ഈ പാത്രത്തിൽ ഇരിക്കണ ഇത് വിട്ടുപോയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. ഇതാണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഇതിലോട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ ലാസ്റ്റ് അടിച്ച ബാച്ചും ഇതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഈ വറ്റൽ മുളക് ഇട്ടതെന്തെന്ന് വെച്ചാൽ നല്ല കാണാനിങ്ങനെ അവിടെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. മിന്നാമിനിങ്ങ പോലെ ഇങ്ങനെ കിടക്കും. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല കട്ടി കുറവുള്ള ഇതായിട്ട് വരുള്ളൂ. ഇല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഒരു നല്ലൊരു വെള്ള ക്ലോത്തിൽ ഒഴിച്ച് വെയിലത്ത് വെക്കാം കേട്ടോ. അപ്പം ഞാനിത് കുക്കറിലൊന്നും ഇട്ട് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ബാറ്റർ ഇങ്ങനെ വേവിക്കണം കുറച്ചുകൂടെ. അപ്പോൾ ഇത് ഓൾറെഡി വെന്ത ചോറായതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്കിതാ ഞാൻ വെള്ള ക്ലോത്ത്, അതായത് പഴയ മുണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് കോരി ഇങ്ങനെ ഒഴിച്ച് വെയിലത്തേക്ക് വെക്കാം. അപ്പോൾ അതിന് 3-4 ദിവസം കഴിഞ്ഞ് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ വീഡിയോയിൽ. അപ്പോൾ നമ്മളിതാ പരമ്പും തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെറസിലോട്ട് കയറുന്നില്ല, ടെറസിൽ വെയിലുണ്ട്. പരമ്പ് വിരിക്കാം. എന്നിട്ട് ഇതിലോട്ട് 2 പീസ് തുണിയുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒന്ന് നനയ്ക്കാം. സ്റ്റോപ്പ്. നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം
നല്ലോണം കുടയാം. നിർത്തിക്കും. അപ്പോൾ എന്താവുമെന്നൊന്നും അറിഞ്ഞുകൂടാ, ഫസ്റ്റ് ട്രൈ ചെയ്യണതാണ്. അപ്പോൾ ഇതാ നല്ല കട്ടിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഇങ്ങനെ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ള് ഒഴിച്ചിട്ട് കാണാം. ഇക്കായും സഹായിക്കാൻ വന്നിട്ടുണ്ട്. വത്തൽ ഇടുകയാണ് ഇക്ക. ഇന്ന് നമ്മളെ തുണി കഴുകൽ ഡേ ആയിരുന്നു, അതുകൊണ്ടാണ് പുറകിൽ കംപ്ലീറ്റ് തുണികൾ കിടക്കുന്നത്. അപ്പോൾ ഇതെന്താവും അറിയണമെങ്കിൽ ഇനി 2-3 ദിവസം കഴിയണം. കാക്ക കൊത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ വത്തലൊക്കെ നമ്മൾ സൂര്യപ്രകാശം അടിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താവും അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് ഡ്രൈ ആയതിന് ശേഷം കാണാം കേട്ടോ. കിണറ്റിൻ്റെ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായി കിണക്കിണ 2-3 ദിവസമൊക്കെ പിടിക്കണമെന്ന് തോന്നുന്നു. കാക്ക കുത്തിക്കൊണ്ട് പോയേക്കണം അതിന്.